ഞാനിന്ന് നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊട്ടാറ്റോ വെച്ച് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈവനിങ് സ്നാക്സാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. ഞാനിതിനായിട്ട് ഒരു 3 പൊട്ടാറ്റോ ആണ് എടുത്തിട്ടുള്ളത്. അത് നന്നായി ഉടച്ച് വെച്ചതാണ്. ഇനി ഇതിലേക്ക് നമുക്ക് ഒരു പച്ചമുളക് ഇട്ട് കൊടുക്കണം. 2 തണ്ട് വേപ്പില കട്ട് ചെയ്തിട്ട് കൊടുക്കാം. ഒരു സവോള പൊടിയായിട്ട് അരിഞ്ഞതാണ്. അല്പം കോൺഫ്ലോർ ഒരു 3 ടേബിൾ സ്പൂൺ ഉണ്ടായിരിക്കും. ഇനി ഇതിലേക്ക് ആവശ്യമുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ. ഇനി ഒരു 1 ടേബിൾ സ്പൂൺ ഓയിലും കൂടെ ഒഴിച്ച് ഇതെല്ലാം കൂടെ നന്നായി ഒന്ന് നമുക്ക് മിക്സ് ചെയ്തെടുക്കണം. ഇപ്പം എല്ലാം കൂടെ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇതൊന്ന് നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. ഇനി നമുക്ക് കയ്യിലൊരല്പം ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് ചെറിയ ബോൾസ് ആക്കി എടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് ഷേപ്പ് ചെയ്തെടുക്കാം. നമ്മൾ കയ്യിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഓയിൽ അല്പം സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുള്ളത്. ഇതേപോലെ ഓരോന്നും നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കണം. ഞാനിപ്പോൾ എല്ലാം ബോൾസ് ആക്കിയിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മുടെ ഓയിലെല്ലാം നന്നായി ചൂടായി വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഓരോ ബോൾസായിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് എല്ലാം ഞാൻ ഓയിലിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാം നന്നായി ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ എല്ലാം ഞാനൊന്ന് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ ബോൾസ് എല്ലാം നല്ല ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലോട്ട് മാറ്റാം. ഇപ്പോൾ നമ്മുടെ പൊട്ടാറ്റോ വെച്ചിട്ടുള്ള സ്നാക്സ് എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു.